ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ മറ്റൊരു സന്ധ്യയിലേക്ക് കൂടെ പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഈ സന്ധ്യയിലും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ തിരുവചനം പഠിക്കുവാനായിട്ട് അടുത്തു വന്നിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് വീണ്ടും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ കൊണ്ട് പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് 11-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെയുള്ളതായ ഭാഗങ്ങളാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് ഏക ലോക ഭരണകർത്താവായി കടന്നു വരുന്നതായ ഉയർത്തെഴുന്നേൽക്കുന്നതായ എഴുന്നേറ്റ് വരുന്ന ഒരു മൃഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവന്റെ സ്വഭാവങ്ങളും അവന്റെ രാജ്യത്തിന്റെ പ്രത്യേകതകളും അവൻ എപ്രകാരം എഴുന്നേറ്റ് വരും എന്നുള്ളതും ഒക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 1-ാമത്തെ മൃഗം കടലിൽ നിന്ന് കയറി വരുന്നു എന്നാണ് 13-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പറയുന്നതായിട്ടുള്ള കടൽ മനുഷ്യക്കടലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതായത് ലോക ജനതതിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായ ഒരു വൺ വേൾഡ് ലീഡർ. അദ്ദേഹമാണ് എതിർ ക്രിസ്തു അഥവാ അന്തിക്രിസ്തു എന്ന പേരിൽ ലോകത്തിന്റെ നേതാവായി കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി 11-ാമത്തെ വാക്യം മുതൽ മറ്റൊരു മൃഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഈ മറ്റൊരു മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ 1-ാമത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന്, അതായത് മനുഷ്യക്കടലിൽ നിന്ന് വരുന്നു. 2-ാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് വരുന്നു. എർത്ത് അല്ലെങ്കിൽ ലാൻഡ് എന്നുള്ളതായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലാൻഡ് എന്നുള്ളതായ പദം എല്ലായ്പ്പോഴും ഇസ്രായേലിനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നതും വ്യാഖ്യാനിച്ച് നൽകി തരുന്നതും. അതുകൊണ്ട് തന്നെ 2-ാമത്തെ മൃഗം ഈ പറയുന്നതായിട്ടുള്ളതായ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട നിലയിൽ, യഹൂദനോട് ബന്ധപ്പെട്ട നിലയിൽ ഉള്ളതായ ഒരു വ്യക്തി ആയിരിക്കാം. അല്ല എങ്കിൽ ഇദ്ദേഹം ഒരു ആത്മീയ ഗോളത്തിൽ നിന്നും ഉയർന്നു വരുന്ന ആത്മീയ നേതാവ്. നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, കൂടുതൽ താദാത്മ്യം പുലർത്തുവാനായിട്ട് കഴിയുന്നത് ആത്മീയ ഗോളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇദ്ദേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം ഈ പുസ്തകത്തിലെ തന്നെ മറ്റ് ചില വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനാധാരമായിട്ടുള്ളതായ ചില തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ 2-ാമത്തെ വ്യക്തിത്വം, 2-ാമത്തെ മൃഗം
അതൊരു കള്ളപ്രവാചകനാണ്, ഫോൾസ് പ്രോഫറ്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇവിടെ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതൊരു ഫോൾസ് പ്രോഫറ്റ് ആണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അവിടെ ഫോൾസ് പ്രോഫറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തിരുവചനം, വെളിപ്പാട് പുസ്തകം തന്നെ ഈ ഭാഗത്തെ നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, റെവലേഷൻ തന്നെ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് ഇപ്രകാരമാണ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. 19:20 മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. വാക്യത്തെ അല്ലെങ്കിൽ വചനത്തെ വചനം കൊണ്ട് തന്നെ നമ്മളിവിടെ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ ആദ്യം വായിച്ച 13:11 കള്ളപ്രവാചകൻ എന്ന സ്പെസിഫിക് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവിടെ നടക്കുന്ന ഇൻസിഡൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ മൃഗമായിരിക്കുന്ന ഏക ലോക ഭരണകർത്താവായി കടന്നു വരുന്ന അന്തിക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യുന്നതായ, അന്തിക്രിസ്തുവിനെ ആരാധിപ്പാനും നമസ്കരിപ്പാനായിട്ടും അന്തിക്രിസ്തുവിന് വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന, അന്തിക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കി അവനെ നമസ്കരിക്കുവാനായിട്ട് ലോക ജനതയോട് ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് ഈ കള്ളപ്രവാചകന്റെ രംഗപ്രവേശനം നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ കണ്ടത്. അവിടെ സ്പെസിഫിക് ആയിട്ട് കള്ളപ്രവാചകൻ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അതേ കാര്യം 19-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം 19:22 20-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകൻ. അപ്പോൾ സംശയലേശമന്യേ നമുക്ക് ഇവിടെ ഉറപ്പിക്കാനായിട്ട് പറ്റുന്നു ഈ രണ്ടാമത്തെ വ്യക്തിത്വം ആരാണ്, ഒരു ഫോൾസ് പ്രോഫറ്റ് ആണ് എന്നുള്ളത് സംശയലേശമന്യേ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദ്യത്തെ 11-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ ഏകാലോക ഭരണാധികാരിയെ കുറിച്ച് പറയുന്നതും മൃഗം, ബീസ്റ്റ് എന്നുള്ളതായ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈൽഡ് ആനിമൽസിന് ഉപയോഗിക്കുന്ന പേരാണ് ബീസ്റ്റ് എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആത്മീയ ഗോളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായ കള്ളപ്രവാചകനെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവനും ആരാണ്, ഇവനും ഒരു മൃഗമാണ്. അപ്പോൾ മൃഗത്തിന്റെ സ്വഭാവം, ആ മൃഗത്തിന്റെ അതേ സ്വഭാവം താൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഈ താഴേക്ക് വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൃഗത്തിന്റെ സ്വഭാവമാണ് ദയ ഇല്ലാത്തതായ, കരുണയില്ലാത്തതായ, കടിച്ചു കീറുന്നതായ, അടിച്ചേൽപ്പിക്കുന്നതായ, നിയമസംഹിതകളുമായിട്ട് കടന്നു വരുന്നതായിട്ടുള്ള വ്യക്തി. അവന്റെ മുമ്പിൽ ദയയില്ല. നമുക്കറിയാമല്ലോ, ഒരു മൃഗത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ദയയോ കരുണയോ നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയും. ഒരു വൈൽഡ് ആനിമലിന്റെ മുമ്പിൽ ഒരിക്കലും ഒരു ദയയോ കരുണയോ പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ദയയില്ലാത്ത, കരുണയില്ലാത്ത, സഹതാപമില്ലാത്തതായ നിലയിൽ പ്രവർത്തിക്കുന്നതായ ഒരു വ്യക്തിത്വം ആയിരിക്കും ഈ കള്ളപ്രവാചകൻ എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. കള്ളപ്രവാചകന്മാരെ കുറിച്ച് അല്ലെങ്കിൽ കള്ളപ്രവാചകനെ കുറിച്ചും കള്ളപ്രവാചകന്മാരെ കുറിച്ചും തന്നെ ഒരു പഠനം നടത്തിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ഒരുപാട് കൂട്ടം കാര്യങ്ങൾ, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും അപ്പോസ്തോലന്മാരിൽ നിന്നും പകർന്നു കിട്ടിയിരിക്കുന്ന അറിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കള്ളപ്രവാചകനുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ ആവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ആവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്താണ്?
പ്രവാചകനോ സ്വപ്നക്കാരനോ എന്നുള്ളതായ നിലയിലാണ് അവൻ വരുന്നത്. കള്ളപ്രവാചകൻ വരുന്നത് അവൻ അടയാളങ്ങൾ കാണിക്കും, അത്ഭുതങ്ങൾ കാണിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? കള്ളപ്രവാചകൻ അടയാളമായിട്ടും അത്ഭുതമായിട്ടും കടന്നു വരും. നടക്കുവാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മുന്നറിയിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള അനുഭവത്തോടു കൂടെയാണ് വരുന്നത്. കർത്താവ് പറഞ്ഞെന്താ? നിങ്ങൾ അവരെ അനുസരിക്കുവാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള പൈശാചികന്റെ ആത്മാവാണ് അവരെ കൊണ്ട് ഇപ്രകാരം പ്രവർത്തിപ്പിക്കുന്നത്, ചെയ്യിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇതിന് കുറച്ചുകൂടെ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 17 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല. സംഭവം നമുക്കറിയാവുന്നതായിട്ടുള്ള കാര്യമാണ്. ആഹാബ് രാജാവും ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബും യഹൂദ രാജാവായിരിക്കുന്ന യഹോശാഫാത്തും അരാം രാജാവിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ അരാം രാജാവിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് പോകുമ്പോൾ യഹോവയുടെ അരുളപ്പാട്, ഈ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ജയിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടിയിട്ട് യഹോവയുടെ അരുളപ്പാട് ചോദിക്കുവാനായിട്ട് തുനിയുന്നു. അപ്പോൾ ആഹാബ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട് ചോദിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ 22-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമോത്തിലേക്ക് യുദ്ധത്തിന് പോയാൽ ഞങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളവരോട് ചോദിക്കുന്നു. അപ്പോൾ ഈ 400 പ്രവാചകന്മാരും പറഞ്ഞു, ഡെഫിനറ്റ്ലി നീ ജയിക്കും, നീ വിജയിക്കുമെന്ന് പറഞ്ഞ് അവരെ വിടുന്നു. എന്നാൽ യഹോശാഫാത്തിന് അത് കേട്ടിട്ട് അത്ര തൃപ്തിയായില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇവിടെ യഹോവയുടെ പ്രവാചകന്മാരൊന്നുമില്ലേ? അങ്ങനെ അന്വേഷിച്ചപ്പം ആഹാബ് പറഞ്ഞു, ഇവിടെ ഒരുത്തനുണ്ട്, പക്ഷെ അവൻ എന്നെ കുറിച്ച് ഒരിക്കലും ഗുണം പറയത്തില്ല, അവൻ എന്നെ കുറിച്ച് തിന്മ മാത്രമേ പറയത്തുള്ളൂ, എങ്കിലും അവനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മീഖായാവ് പ്രവാചകനെ വിളിക്കാനായിട്ട് ആളുകൾ പോകുന്നു. മീഖായാവ് പ്രവാചകനെ വിളിക്കാൻ പോയതായിട്ടുള്ള ആളുകളോട് വിളിക്കാൻ പോയവർ തന്നെ പറഞ്ഞു, 400 എണ്ണവും 400 പ്രവാചകന്മാരും രാജാവിന് അനുകൂലമായിട്ടാണ് പറയുന്നത്, നീയും അനുകൂലമായിട്ട് പറയണം. അപ്പൊ അത് കേട്ട് പുള്ളിക്കാരനും വന്നിട്ട് പറഞ്ഞാ ശരിയാ നീ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവരെ കളിയാക്കി പറയുകയാണെന്നുള്ളത്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? 19-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ മതി, അന്നേരം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഈ 400 പ്രവാചകന്മാരുടെയും നാവിൽ, അവരുടെ വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരുന്നു. 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1 രാജാക്കന്മാർ 22-ന്റെ 21 കാണുന്നുണ്ട്. എന്നാറെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഏതിനാലെന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാത്മാവ് 400 വ്യക്തികളിൽ ഭോഷ്കിന്റെ ആത്മാവായിട്ട്, കള്ളപ്രവാചകനായിട്ട് മാറുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ പൈശാചിക ശക്തിയാണ് ഇവരെ കൊണ്ട് ഇപ്രകാരമുള്ളതായ അരുളപ്പാടുകൾ ചെയ്യിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ തന്നെ 1-2 ഭാഗങ്ങളിൽ ഇപ്പോൾ കണ്ടു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് കൃത്യമായിട്ടുള്ളതായ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് കാണുവാനായിട്ട് കഴിയും എന്നുള്ളത് ഓർത്തുകൊള്ളാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെയും കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീനെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. ആ 7-ാമത്തെ അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവർ ചതിക്കപ്പെട്ടു പോയതായിട്ടുള്ള മനുഷ്യരാണെന്നാണ് അവിടെ നിന്ന് വളരെ വ്യക്തമാക്കി നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 11-24 വാക്യങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ അവിടെയും പറയുന്നത് ഇപ്രകാരമാണല്ലോ, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അത് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം. ഇനി 1 യോഹന്നാനിലേക്ക് കടന്നു വരികയാണെങ്കിൽ 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ കൃത്യമായിട്ട് കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോസ്തലന്മാര് കൃത്യമായിട്ടുള്ളതായ മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇപ്പോൾ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ഒക്കെ ലോകത്തിലുണ്ട്. എന്നാൽ നമ്മൾ ഈ കാണുന്ന
വെളിപ്പാട് പുസ്തകത്തിന്റെ 13-ാമത്തെ അധ്യായ സമയം എന്ന് പറഞ്ഞാൽ 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ പ്രവേശിക്കുന്നതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഈ കള്ളപ്രവാചകന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വലിയതായിരിക്കും, വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. ഇന്നിപ്പോൾ കള്ളപ്രവാചകൻ വന്നു കഴിഞ്ഞാൽ അവന് ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിക്കുവാനായിട്ട് കഴിയത്തില്ല എങ്കിൽ പോലും അന്ത്യകാലത്ത് ഇവരുടെ പ്രവർത്തന പദ്ധതി വളരെ വലിയതായിരിക്കും എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കള്ളപ്രവചനത്തിന് കാരണമായിട്ടുള്ളതായ ഒരാത്മാവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ കള്ളപ്രവാചകന് അല്ലെങ്കിൽ കള്ളപ്രവചനത്തിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ഈ ആത്മാവ് അന്ത്യകാലത്ത്, അതായത് ഈ 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗം മുതല് അല്ലെങ്കിൽ അതിന്റെ ബിഗിനിങ് മുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ കള്ളപ്രവാചകന്റെ ഈ ആത്മാവ്, ആ ആത്മാവ് ഒരു മത നേതാവിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീരുന്നു. അദ്ദേഹത്തിൽ അത് ആവസിക്കുവാനായിട്ടിടയായിത്തീരുന്നു. ഈ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഒരു ആത്മീയ ഗോളത്തിൽ ഒരു റിലീജിയസ് ലീഡറായിട്ടായിരിക്കും അദ്ദേഹം എഴുന്നേറ്റ് വരുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ കള്ള ആത്മാവ്, പൈശാചിക ആത്മാവ് ഈ കള്ളപ്രവാചകനാകുന്ന ഈ വ്യക്തിയിൽ, ഈ മത നേതാവിൽ ആവസിക്കുവാനായിട്ടിടയായിത്തീരും. അതോടുകൂടെ എന്ത് സംഭവിക്കുകയാണ്? അദ്ദേഹം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുവാനായിട്ട് തുടങ്ങും എന്നുള്ളത് ഓർത്തുകൊള്ളാം. മാത്രവുമല്ല, ഈ അശുദ്ധാത്മാവിന് കീഴിൽ അനേകം മറ്റ് ദുരാത്മാക്കളും ഉണ്ടാകും എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമ്മൾ കണ്ടത് എന്താണ്? മീഖായാവിന്റെ സംഭവത്തിൽ കണ്ടത് എന്താണ്? 400 പ്രവാചകന്മാരുടെ നാവിൽ നിന്ന് കള്ളപ്രവചനം ഒഴുകുന്നതാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഒരാത്മാവിന് കീഴിൽ തന്നെ പല ദുരാത്മാക്കൾ ഉണ്ടാകും എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമുക്കറിയാമല്ലോ, ഗദരദേശത്തെ ഭൂതം ബാധിച്ചതായിട്ടുള്ള മനുഷ്യനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഒരു ലെഗ്യോൺ, ഒരു പ്ലാറ്റൂൺ മൊത്തം വലിയൊരു ഗ്രൂപ്പാണ്, അശുദ്ധാത്മാക്കളുടെ ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് ഈ ദുരാത്മാക്കൾ റിലീജിയസ് വേൾഡിൽ പ്രവേശിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൃഗത്തെ, ഒന്നാമത്തെ മൃഗത്തെ, ലോക നേതാവായി കടന്നു വരുന്ന എതിർ ക്രിസ്തുവിനെ, അന്തിക്രിസ്തുവിനെ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുക എന്നുള്ളതായിരിക്കും, അതിനെ മഹത്വപ്പെടുത്തുക, അതിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിന്റെ ചില പ്രത്യേകതകൾ കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ മൃഗം നോക്കിയപ്പോഴും ചില പ്രത്യേകതകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ മൃഗത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആദ്യമേ നമ്മളിത് കാണുന്നു, ഈ മൃഗം കള്ളപ്രവാചകനാണ്. അതും മൃഗത്തിന്റെ സ്വഭാവത്തോടുകൂടെ വരുന്നവൻ. കള്ളപ്രവാചകനും കള്ളപ്രവാചകന്മാരും ഉണ്ട്. ഈ കള്ളപ്രവചനത്തിന്റെ ആത്മാവ് ഒരു പൈശാചിക ആത്മാവാണ്. ഈ പൈശാചിക ആത്മാവ് അന്ത്യകാലത്തിൽ ഒരു മത നേതാവിൽ ആവസിക്കുകയും അദ്ദേഹം ആദ്യത്തെ മൃഗത്തിന് സപ്പോർട്ട് കൊടുത്ത് അതിനെ സമൂഹത്തിൽ ഉയർത്തി കാണിച്ച് അതിനെ ആരാധിക്കണമെന്ന് കൽപ്പന കൊടുക്കുകയും അതിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇതൊരു റിലീജിയസ് ലീഡറാണ്. ഇനി ഈ റിലീജിയസ് ലീഡറിന്റെ പ്രത്യേകതകളാണ് പിന്നീട് പറയുന്നത്. അതെന്താണ്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിനുള്ളത് പോലെ. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്ന പദമാണ് കുഞ്ഞാട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. സുവിശേഷങ്ങളിലും ഇനിയും പഴയ നിയമ പ്രവാചകന്മാരുടെ പുസ്തകത്തിലുമൊക്കെ കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ, അറുക്കുവാനുള്ള കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. അതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ യേശുക്രിസ്തുവിനെയാണ് ഈ കുഞ്ഞാട് എന്നുള്ളതായ ലാമ്പ് എന്ന് പറയുമ്പോൾ ആ പദം യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയും പറഞ്ഞിരിക്കുന്ന പദം കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു. ഈ കുഞ്ഞാടും എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. വെളിപ്പാട് പുസ്തകത്തില് 29 പ്രാവശ്യം കുഞ്ഞാടെന്നുള്ളതായ പദം ഉപയോഗിച്ചിട്ടുണ്ട്. 29 പ്രാവശ്യം കുഞ്ഞാട് എന്നുള്ളതായ പദം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം, ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പ്. നമ്മള് പലപ്പോഴായിട്ട് കൊമ്പുകളെ കുറിച്ച് പഠിച്ചു.
10 കൊമ്പുകളെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൊമ്പ് എന്തിനെ കാണിക്കുന്നതാണ്? കൊമ്പ് എപ്പോഴും അധികാരത്തെ കാണിക്കുന്നതാണ്, പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ കൊമ്പ് എന്ന് ഉള്ളത് ഓർത്തുകൊള്ളണം. ഇവിടെ പറയുന്നത് കുഞ്ഞാടിനുള്ളത് പോലെ, യേശുക്രിസ്തുവിനുണ്ടായിരുന്നത് പോലെ കുഞ്ഞാടിനുള്ളത് പോലെയുള്ള കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാടിന് കൊമ്പുണ്ടായിരുന്നു എന്നുള്ളതല്ല അർത്ഥം. കൊമ്പ് അധികാരത്തെ, പവറിനെ കാണിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നതായിട്ടുള്ളതായ അധികാരം എന്തായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ രണ്ട് കൊമ്പെന്നാണല്ലോ പറയുന്നത്. 2 എന്നുള്ളത് പ്രധാനമായിട്ടും സാക്ഷ്യത്തെയും വേർപാടിനെയും ചൂണ്ടിക്കാണിക്കുന്നതാണ്. സാക്ഷ്യത്തെയും വേർപാടിനെയും ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു യഹോവയായ ദൈവത്തിന്റെ, യഹോവയുടെ സാക്ഷിയാണ്. യഹോവയുടെ സാക്ഷിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കള്ളപ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരുടെ സാക്ഷിയാണ്? മൃഗത്തിന്റെയും മഹാസർപ്പത്തിന്റെയും സാക്ഷിയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് കള്ളപ്രവാചകൻ മൃഗത്തിന്റെയും മഹാസർപ്പത്തിന്റെയും സാക്ഷിയാണ് എന്നതിനെ കാണിക്കുന്നതാണ് ഈ പറയുന്നതായിട്ടുള്ള കൊമ്പ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. യേശുക്രിസ്തു കർത്താവായ പിതാവാം ദൈവത്തിന്റെ സാക്ഷിയാണ് എന്നുള്ളത് കാണിക്കുന്നു. മാത്രമല്ല ഇത് സാക്ഷ്യത്തെയും വേർപാടിനെയും കാണിക്കുന്ന അനുഭവമാണ്. അപ്പോൾ കുഞ്ഞാടിനെ പോലെ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാടിന്റെ അധികാരം പോലെ തന്നെ മറ്റൊരു വിധത്തിൽ അന്തിക്രിസ്തുവിനെയും മഹാസർപ്പത്തിന്റെയും സാക്ഷിയായിട്ട്, അധികാരിയായിട്ട് വാഴുന്നതായിട്ടുള്ളതായ ഒരു അനുഭവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പ്, കുഞ്ഞാടിനുണ്ടായിരുന്നത് പോലെയുള്ള അധികാരം ഇവനുണ്ടായിരുന്നു. ഇനിയും കുഞ്ഞാടിനുള്ളത് പോലെയുള്ള അധികാരമൊന്നും ഇവരില്ല. നമ്മൾ ഈ 4-ാമത്തെ 5-ാമത്തെ ഒക്കെ വാക്യങ്ങൾ വായിച്ചപ്പോൾ കുഞ്ഞാടിന്റെ തലയിൽ 7 കൊമ്പുകളെ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണമായിട്ടുള്ള പരമാധികാരത്തെയാണ് അവിടെ കാണിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. യേശുക്രിസ്തുവിന് സമ്പൂർണമായിട്ടുള്ള പരമാധികാരമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഈ ക്രിസ്തുവിന്റെ സാക്ഷിയായി, യഹോവയായ ദൈവത്തിന്റെ സാക്ഷിയായി ക്രിസ്തു നിന്നതുപോലെ എന്ന രീതിയിൽ അന്തിക്രിസ്തുവിനെയും മഹാസർപ്പത്തിന്റെയും സാക്ഷിയായിട്ട് ഇവൻ നിൽക്കുന്നു എന്നിവിടെ കാണിച്ചു തരിക. ഇനി പറഞ്ഞിരിക്കുന്നത് കണ്ടോ, അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അപ്പൊ അടുത്തത് ഇവന്റെ സംസാര രീതിയെ കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത്. മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. സർപ്പം സംസാരിക്കുമോ? ഒരു ചോദ്യം. നമ്മൾ സർപ്പം സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏദനിൽ ഈ സർപ്പം സംസാരിക്കുന്നുണ്ട് അല്ലെ? ഹവ്വായോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏദനിൽ എങ്ങനെ ഈ മഹാസർപ്പം സംസാരിച്ചത്? ഹവ്വായോടുള്ള പുള്ളിക്കാരന്റെ രീതി, സംസാര രീതി എങ്ങനെയായിരുന്നു? വളരെ നയപരമായിട്ട്, തന്ത്രപരമായിട്ട്, പിന്നെ വളരെ ടാക്ടിക്കായിട്ട്, വാക്ചാതുര്യത്തോടെ തന്റെ എതിരാളിയെ തന്റെ വാക്ചാതുര്യത്തിൽ വീഴ്ത്തുന്ന നിലയിൽ വളരെ സോഫ്റ്റ് ആയിട്ട്, നല്ല അവരിൽ തന്നെ കുറിച്ച് നല്ല ഒരു അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ ആണ് സംസാരിക്കുന്നത്. നമ്മള് ദാനിയേൽ പ്രവചന പുസ്തകം പഠിച്ചപ്പോഴും കണ്ടല്ലോ, വലിയ വാക്കുകളെ സംസാരിക്കുന്നതായിട്ടുള്ള രീതി. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ആഴ്ന്നിറങ്ങുവാൻ, അവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുവാൻ, തന്നിലേക്ക് അവരെ ആകർഷിക്കുവാൻ, പലർക്കും നന്നായിട്ട് സംസാരിക്കുവാനായിട്ടുള്ള വാക്ചാതുര്യം ഉള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവരുമായിട്ട് ഒരു 2 മിനിറ്റ് നേരം സംസാരിച്ചാൽ മതി, നമ്മളും അവരിലേക്ക് അങ്ങ് അട്രാക്ട് ചെയ്യപ്പെടും. അവരുടെ ആശയങ്ങളും അവരുടെ ഉപദേശങ്ങളും അഡ്വൈസുകളും ഒക്കെ പെട്ടെന്ന് നമ്മുടെ ഉപദേശങ്ങളും അഡ്വൈസുകളുമായിട്ട് നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വളരെ തനിമയോടെ, ചാതുര്യത്തോടുകൂടെ സംസാരിക്കുന്നതായിട്ടുള്ള അനുഭവം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വളരെ തന്ത്രപരമായിട്ടും നയപരമായിട്ടും ആകർഷകമായ രീതിയിലുമായിരിക്കും ഈ കള്ളപ്രവാചകൻ ലോകത്തോട് അന്ന് സംസാരിക്കുന്നത്. അവന്റെ വാക്കുകളിൽ ലോകം വീണുപോകും. അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ട് സംസാരിപ്പാൻ കഴിവുള്ളതായ ഒരു വ്യക്തിത്വമായിരിക്കും അദ്ദേഹം എന്നുള്ളത് ഓർത്തുകൊള്ളണം. കാരണം വിശുദ്ധ വേദവാക്യം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? വെളിച്ചദൂതന്റെ വേഷത്തിൽ വരെ വന്ന് നമ്മളെ വഞ്ചിക്കുവാൻ, തന്ത്രപരമായി അവന്റെ കരങ്ങളിലാക്കുവാനായിട്ട് കഴിയുന്നതായ
ഒരു വ്യക്തിത്വമായിരിക്കും ഇദ്ദേഹം എന്നുള്ളത് ഓർത്തുകൊള്ളും. അപ്പോൾ മഹാസർപ്പം എന്ന പോലെയാണ് അവൻ സംസാരിക്കുന്നത്. ഇനിയും എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കള്ളപ്രവാചകനാകുന്ന രണ്ടാമത്തെ മൃഗം എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരം. ഏതിന്റെ അധികാരം? ഒന്നാമത്തെ മൃഗത്തിന്റെ അധികാരം എന്നാണ്. 12ാമത്തെ വാക്ക് നമ്മൾ ഇപ്രകാരം വായിക്കുമ്പോൾ, ഇറ്റ് എക്സസൈസ് ഓൾ ദി അതോറിറ്റി ഓഫ് ദ ഫസ്റ്റ് ബീസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രസൻസ്. അപ്പോൾ ഒന്നാം മൃഗത്തിന്, കാരണം മഹാസർപ്പം തന്റെ അധികാരം ആർക്കാ നൽകിയിരിക്കുന്നത്? ഒന്നാം മൃഗത്തിനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ മൃഗത്തിന് ലഭിച്ചിരിക്കുന്ന, അന്തിക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നത് കള്ളപ്രവാചകനാണ്. അതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് അന്തിക്രിസ്തുവിനെ ലോക ജനതയുടെ മുൻപിൽ ഉയർത്തി കാണിക്കുന്നതായ ജോലിയായിരിക്കും ഇദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്താണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇദ്ദേഹം ശക്തനായ നേതാവാണ്, ദൈവമാണ്, പിന്നെ ഇദ്ദേഹത്തെ മാത്രമേ നമസ്കരിക്കാവൂ, ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. അതായത് അന്തിക്രിസ്തുവിനെ ലോകത്തിന്റെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മൾ തൊട്ടു മുമ്പ് എന്താ കണ്ടേ? ഇവൻ മഹാസർപ്പം പോലെ സംസാരിക്കുമെന്നല്ലേ നമ്മൾ കണ്ടത്. മഹാസർപ്പം എങ്ങനെയാ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലേ. അപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ വളരെ ടാക്റ്റിക്കായിട്ടും വളരെ തന്ത്രപരമായിട്ടും ആകർഷകമായ രീതിയിലും ഈ അന്തിക്രിസ്തുവിനെ ഇവൻ അങ്ങോട്ട് പ്രസന്റ് ചെയ്യും, നന്നായിട്ട് പ്രസന്റ് ചെയ്യും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി, നല്ല നീ കുഞ്ഞെ ഈ ആപ്പിൾ സൂപ്പറാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞതുപോലെ ഒന്നും അല്ല സംഭവിക്കുന്നത്, ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഹവ്വായെ വഞ്ചിച്ചതുപോലെ ഇദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് സംസാരിച്ച് ജനത്തെ വീഴ്ത്തും. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ ജോലി, മറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. ഇതിന് നല്ല ഒരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം പഠിച്ചിട്ടുള്ളവർക്കറിയാം. 24-ാമത്തെ അധ്യായത്തിൽ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെയാ കാണുന്നത്? അബ്രഹാം പിതാവിനെ കാണുന്നുണ്ട്, ഇസഹാക്കിനെ കാണുന്നുണ്ട്, എലയാസറിനെ കാണുന്നുണ്ട്, റിബേക്കയെ കാണുന്നുണ്ട്, അല്ലെ? 3-4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. 24-ാമത്തെ അധ്യായത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പിതാവാം ദൈവം, പുത്രനാം ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം, ഇങ്ങനെയുള്ള 3 പേരെ ആണ് കാണിച്ചു തരുന്നത്. പിന്നെ റിബേക്ക സഭ എന്ന നിലയിലും കാണിച്ചു തരുന്നു. ഇതാണ് പ്രധാനമായിട്ടും കാണുന്നത്. നമ്മളവിടെ വായിച്ചു നോക്കിയാൽ 24-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാല് അബ്രഹാം പിതാവിന്റെ പേര് ഏകദേശം 14 പ്രാവശ്യത്തോളം പറയുന്നുണ്ട്. ഇസഹാക്കിന്റെ പേര് ഏകദേശം 8 പ്രാവശ്യത്തോളം പറയുന്നുണ്ട്. എന്നാൽ എലയാസറിന്റെ പേര് ഒറ്റ പ്രാവശ്യം പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് അബ്രഹാമിന്റെ ദാസൻ എന്നുള്ളതായ വേർഡാണ് 24-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും എലയാസർ എന്നുള്ളതായ ഒരു പേര് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ എലയാസർ ആകുന്ന അബ്രഹാമിന്റെ ദാസൻ എന്താ ചെയ്യുന്നത്? അബ്രഹാമിനെ മഹത്വപ്പെടുത്തുകയാണ്, ഇസഹാക്കിനെ മഹത്വപ്പെടുത്തുകയാണ്, അവരെ ഉയർത്തി കാണിക്കുകയാണ്. റിബേക്കയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം അവരെ ഉയർത്തി കാണിക്കുകയാണ്. അവരുടെ മഹത്വത്തെ, അവരുടെ അനുഗ്രഹത്തെ ഒക്കെ അദ്ദേഹം, യജമാനന്റെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു ദാസന്റെ വേലയാണ് പരിശുദ്ധാത്മാവ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. ഇന്നും പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? പിതാവാം ദൈവത്തെയും പുത്രനാം ക്രിസ്തുവിനെയും ഉയർത്തി കാണിക്കുന്നു. ഇതേ പരിപാടിയാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ ഡെഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ വേല ചെയ്യുന്നതിന്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വേലയുടെ അതേ രീതിയിലുള്ള തൃത്വത്തിൽ സൈത്തനിക് ട്രിനിറ്റിയിലെ 3-ാമത്തെ വ്യക്തിത്വമാണ് കള്ളപ്രവാചകൻ. പരിശുദ്ധാത്മാവിന്റെ റോൾ എടുത്ത് വരുന്നതായിട്ടുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹം എന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അന്തിക്രിസ്തുവിനെയും അന്തിക്രിസ്തുവിന്റെ നേതാവായിരിക്കുന്നതായിട്ടുള്ളതായ മഹാസർപ്പം പിശാചിനെയും ഉയർത്തി കാണിക്കുന്നു, അല്ലെങ്കിൽ അവരെ ആരാധിക്കുവാനായിട്ട് ലോകത്തെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ളതായ ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് ഇവിടെ അദ്ദേഹത്തെ കാണുവാനായിട്ട് കഴിയുന്നത് ഓർത്തുകൊള്ളാം. അവിടെ പറയുന്നത് എന്താണ്?
മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാമത്തെ മൃഗം എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. നമുക്കറിയാം, നമ്മൾ മുമ്പിൽ അതിനെക്കുറിച്ച് കണ്ടിരുന്നു. മരണകരമായ മുറിവ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അത് ഈ അന്തിക്രിസ്തുവിനെ ഒരു അസാസിനേഷൻ ഒരു പക്ഷെ ഉണ്ടാകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അന്ന് ഇസ്രായേൽ ജനം ഇവനെതിരെ അവനെ വാളാൽ മുറിവേറ്റു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വാളുകൊണ്ട് അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ അത് പെട്ടെന്ന് പുറത്തു പോകുന്നു. അപ്പോൾ ഇദ്ദേഹം വലിയ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ മരിച്ചു പോകേണ്ടതായിട്ടൊരു വ്യക്തിത്വം മരണകരമായ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത് പോലെ ഈ അന്തിക്രിസ്തു തന്റെ മരണകരമായ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വരുന്നതായിട്ടുള്ള അനുഭവം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. മരണകരമായ മുറിവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവൻ അറ്റുപോകാമായിരുന്നു. ആ പ്രതികൂലത്തിന് നടുവിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന് തുല്യനായിട്ട് മാറുന്നു എന്നുള്ളതായ നിലയിലാണ് അവനെ അവിടെ അവതരിപ്പിക്കുന്നതായിട്ട് തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് 13-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു, ആരാധിക്കുവാനായിട്ടുള്ള ആഹ്വാനം കൊടുക്കുകയാണ് ലോകത്തോട്. പിന്നീട് പറഞ്ഞെന്താ? അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങളെ ചെയ്യും എന്നാണ് അവിടെ പറയുന്നത് എന്നുള്ളത് ഓർത്തോളം. ആകാശത്ത് നിന്ന് തീ ഇറക്കുവാനായിട്ട് പോകുന്നതായിട്ടുള്ള അടയാളം, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ അവിടെ പ്രവർത്തിക്കും എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. എന്താണ് അന്തിക്രിസ്തു ഈ കള്ളപ്രവാചകൻ ചെയ്യുന്നത്? മനുഷ്യർ കാണുക ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും, അടയാളങ്ങൾ കാണിക്കും. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് 2 സാക്ഷികൾ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അവര് ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നു. ആവശ്യമുള്ളപ്പോഴൊക്കെ അവര് തീ ഇറക്കും, അല്ലാത്തപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഏലിയാവിനെയും മോശയെയും കുറിച്ച് നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ 2 സാക്ഷികളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3.5 വർഷമാണ്. ഈ 3.5 വർഷം, അതായത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിന്റെ എൻഡോടുകൂടെയാണ് ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഇവൻ ദേവാലയത്തിൽ, അന്തിക്രിസ്തു ദേവാലയത്തിൽ കയറി ഇരുന്നിട്ട് ദൈവമാണെന്ന് പറയും, പൂജാവിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദനോട് സംസാരിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താകുന്നെന്ന് വെച്ചാൽ, ഈ യഹൂദന് ഒരു പ്രശ്നമുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അടയാളങ്ങൾ കണ്ട് തൃപ്തിപ്പെടുന്നതായിട്ടുള്ള വ്യക്തിത്വമാണ് ഈ യഹൂദനെ ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവൻ അടയാളം അന്വേഷിക്കും. ഇവിടെ നോക്കുന്നുണ്ടെ ഏലിയാവും മോശയും ഒക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവാലയത്തിലേക്ക് കയറി ഇരുന്നിട്ട് ഇവൻ പറയുന്നത് എന്താണ്? ഞാനാണ് ദൈവം എന്ന് പറയുന്നു. അപ്പോൾ അടയാളങ്ങൾ കണ്ട് മാത്രം വിശ്വസിക്കുന്നതായിട്ടുള്ള, അതിൽ തൃപ്തി അടയുന്നതായിട്ടുള്ള യഹൂദൻ പറയും അടയാളങ്ങൾ കാണിക്കുക. നമ്മൾ ഓർത്തുകൊള്ളണം, ഇന്നും ജനത്തിന് വേണ്ടുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളുമാണെന്ന് ഓർത്തുകൊള്ളാം. വിശ്വാസത്തിന്റെ മാർഗം ആർക്കും താല്പര്യമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസംഗിക്കാൻ കൊള്ളാവുന്നതാണെന്ന് മാത്രം പറയുന്ന ലോകമാണ് ഇന്നത്തെ ലോകം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞതായിട്ടുള്ള വാക്യം പറഞ്ഞാലും പറയും അതും പ്രസംഗിക്കാൻ കൊള്ളാം. ഞങ്ങൾക്ക് എന്ത് വേണം? അടയാളങ്ങളും അത്ഭുതങ്ങളും. ഒരിക്കൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചതാ, അച്ഛാ, ചില ഗ്രൂപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. നിങ്ങളുടെയൊക്കെ കൂട്ടായ്മയും വന്നു കഴിഞ്ഞാൽ അവിടെ അടയാളമുണ്ടോ? അവിടെ അത്ഭുതമുണ്ടോ? കാരണം ജനത്തിന് അടയാളം വേണം, അത്ഭുതം വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടായ്മയും വന്നു കഴിഞ്ഞാൽ ഇവിടെ അടയാളമോ അത്ഭുതമോ വല്ലതും ഉണ്ടോ? ഇവിടെ അടയാളമോ അത്ഭുതമൊന്നുമില്ല. അപ്പൊ എവിടേക്കാണ് അട്രാക്ഷൻ പോകുന്നത്? അന്നും ഇന്നും ജനത്തിന് വേണ്ടുന്നത് അടയാളം. ആ അടയാളത്തിന് പുറകിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോണം എന്താ സംഭവിക്കുന്നത്. 1-ാമത്തെ ഭാഗത്തിന്റെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ ഏലിയാവിന്റെയും മോശയുടെയും കാലം തീരാറായി. ദൈവം അവർക്ക് കൊടുത്ത 3.5 വർഷം പൂർത്തീകരിക്കുവാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് ഈ പൂജാ വിഷയമായിരിക്കുന്ന വ്യക്തി പറയും, അല്ലെങ്കിൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കള്ളപ്രവാചകൻ പറയും, ഞാൻ അത്ഭുതങ്ങൾ കാണിക്കാം, അവൻ ആകാശത്ത് നിന്ന് തീയിറക്കും, മനുഷ്യർ കാണുക തീയിറക്കും. നമുക്കറിയാമല്ലോ, മോശയും അഹരോനും ഫറവോന്റെ മുമ്പിൽ പോയി
അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചപ്പോൾ അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഫറവോന്റെ ആളുകളും കാണിച്ചു എന്നുള്ളത് ഓർക്കണം. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കും. ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്നറിയാമോ? മോശയുടെയും ഏലിയാവിന്റെയും ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നത് കൊണ്ട് പിന്നീട് അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നതോടുകൂടെ ഈ കള്ളപ്രവാചകൻ ആളായിട്ട് മാറും. കാരണം അവൻ ആ സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവൻ ആളായിട്ട് മാറും. അങ്ങനെ അന്തിക്രിസ്തു സകല ശക്തിയോടും കൂടെ എഴുന്നേറ്റ് വന്ന് ഈ പറയുന്നതായിട്ടുള്ള ഏലിയാവിനെയും മോശയും അവിടെ കൊല്ലുമെന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ 3 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ആത്മാവ് ജീവശ്വാസം അവരുടെ മേൽ കയറി വരുന്നു, അവരെ എഴുന്നേൽക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. അത് കണ്ടുകൊണ്ട് അനേക ജനം യഹോവയായ ദൈവത്തില് വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ ഒരു മത്സരമാണ് നടക്കുന്നത്. കള്ളപ്രവാചകൻ ആരോട് മത്സരിക്കുകയാണ്? ഏലിയാവിനോടും മോശയോടും മത്സരിക്കുന്ന ഒരു മത്സരം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ജനങ്ങൾ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ പ്രവർത്തിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട അത്ഭുതം നമ്മൾ കാണുന്നത് അവൻ ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഏലിയാ പ്രവാചകൻ തീ ഇറക്കിയിട്ടുണ്ട്. മോശ ഫറവോ ഇസ്രായേലിലായിരുന്ന സമയത്ത് കൽമഴ, തീമഴ ഇറക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ഇവിടെ ഇവരും ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഇതുപോലെയുള്ളതായ കാര്യങ്ങൾ തന്നെ ചെയ്യും. അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. പിന്നെ പറയുന്നത് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. രണ്ടാമത്തെ അത്ഭുതം, അതിനുശേഷം അടുത്ത വാക്കിനോട് പറയാണ്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഒന്ന്, ജനം കാണുക അവൻ ആകാശത്ത് നിന്ന് തീയിറക്കും. അപ്പോൾ ഇവരൊക്കെ ഇവനിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരും, പൂജാവിഷയമായിട്ട് അവനെ കാണും. രണ്ടാമത് അവൻ ചെയ്യുന്നത് എന്താണ്? പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്കാണ് രണ്ടാമത്തെ രീതി അവിടെ വരുന്നതെന്ന് ഓർത്തുകൊള്ളാം. അവിടെ രണ്ടാമത്തെ കാര്യം അതാണ് ഇവൻ ചെയ്യുന്ന പ്രധാനപ്പെട്ടതായ അത്ഭുതം. അപ്പോൾ 14-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും, അവിടെ പ്രധാനപ്പെട്ട ഒരു ജോലി കൂടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. കള്ളപ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? അവൻ ജനത്തെ തെറ്റിക്കുകയാണ്. ഇങ്ങനെയുള്ളതായ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തുകൊണ്ട് അവൻ ജനത്തെ തെറ്റിക്കുന്നതായിട്ടുള്ളതായ ആ അനുഭവത്തെയാണ് ദൈവമക്കളെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഭൂവാസികളെ മുഴുവനും അവൻ തെറ്റിക്കുകയാണ്. എന്നിട്ട് എന്താണ്? ഈ മൃഗത്തിന്, അതായത് എതിർ ക്രിസ്തുവിന് പ്രതിമ ഉണ്ടാക്കുവാനായിട്ട് ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പരിപാടിയാണ്, ഒരു ബിസിനസ്സാണ് പ്രതിമ ഉണ്ടാക്കി വിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉണ്ട്, എത്ര 3000 കോടി ചെലവഴിച്ച് വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് കളിയാക്കലുകളൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോ ലോകത്തിലെല്ലാം പ്രതിമകൾക്ക് ഒരു പ്രധാനപ്പെട്ടതായ സ്ഥാനം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പൗലോസിന്റെ കാലഘട്ടത്തിലും നമുക്കറിയാമല്ലോ, ഗ്രീക്ക് ദേവിയായ ഡയാനയുടെ വിഗ്രഹം പ്രതിമ ഉണ്ടാക്കി വിൽക്കുന്നതായിട്ടുള്ള തട്ടാൻ അവന്റെ ഒരു വലിയ ബിസിനസ് ആയിരുന്നു. ആ ബിസിനസ് പൊളിഞ്ഞു പോയപ്പോഴാണല്ലോ അവനിത് പൗലോസിനെതിരെ ആയി തീർന്ന കഥയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു വലിയ ബിസിനസ് അക്കാലത്തുണ്ടാകും. ലോകം മുഴുവനും എന്താണ്? ഈ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കുവാനായിട്ടുള്ളതായ ഒരു വലിയ ആഹ്വാനം ഈ കള്ളപ്രവാചകൻ നൽകും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതിനുശേഷമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്നതായിട്ടുള്ള അത്ഭുത വിഷയം. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. ഇന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ അന്ത്യക്രിസ്തുവിന്റെ പ്രതിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതൊരു റോബോട്ടായിരിക്കും. ഈ റോബോട്ടിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അതായത് നമ്മളല്ല കേട്ടോ, അന്നത്തെ ജനം ചെന്ന് നിൽക്കുമ്പോൾ
അവരെ കുറിച്ചുള്ളതായ സകല വിശദ വിവരങ്ങളും തന്റെ ലേസർ കണ്ണുകൾ കൊണ്ട് വായിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുള്ളതായ പോസ്റ്റ് മോഡേൺ പരിപാടികൾ, ഇനിയും ടെക്നോളജി എത്രയോ വളരാൻ കിടക്കുന്നു, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ നമുക്ക് മറ്റൊരു ചിന്ത കൂടെ ചിന്തിക്കാവുന്ന കേസ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രതിമയ്ക്ക് ആത്മാവിനെ നൽകും, കള്ളപ്രവാചകൻ ആത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അന്നും ഇതൊന്നും അംഗീകരിക്കാത്തതായ ബുദ്ധിമാന്മാര്, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അപ്പൊ ഒരു പ്രതിമ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെയറബോൾസ് അന്വേഷിച്ച് പോകും ഡെഫിനറ്റ്ലി. അപ്പൊ അവർ പറയും ഇത് എന്തൊക്കെയോ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നതാണെന്ന് പറയും. അങ്ങനെ പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ആ ടെക്നോളജി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പരിപാടി പണിപാളും. അങ്ങനെ വരാതിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ആത്മാവിനെ ഫോളോ ചെയ്യുന്ന അനേക ദുരാത്മാക്കൾ. ഈ കള്ളപ്രവാചകന് ചെയ്യുവാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്. ഈ പ്രതിമയെ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയിലേക്ക് ഈ പറയുന്ന ദുരാത്മാവിൽ ഒന്നിനെ സന്നിവേശിപ്പിക്കുവാൻ, അങ്ങനെ സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിൽ കൂടെ ഈ പ്രതിമയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് ആയിത്തീരും. ഒരു ലേസർ കണ്ണുകളും വേണ്ട. എത്ര വലിയ വിദഗ്ധൻ, ടെക്നോളജി വിദഗ്ധൻ ചെന്ന് അന്വേഷിച്ച് നോക്കിയാലും ഇതിനകത്ത് ചിപ്പുണ്ടോ, ഇതിനകത്ത് വയറ് ഘടിപ്പിച്ചിട്ടുണ്ടോ, ഇതിനകത്ത് ബാറ്ററി വെച്ചിട്ടുണ്ടോ നോക്കിയാൽ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഇതൊരു റോബോട്ടും ആയിരിക്കത്തില്ല, കേവലം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രതിമ തന്നെ ആയിരിക്കും. പക്ഷെ ഇതിന് സന്നിവേശിക്കുന്ന ഒരു ദുരാത്മാവ്, നമുക്കറിയാം ഇന്ന് ദുരാത്മാവുകൾ അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള സകല വിവരവും പറയും, അല്ലെ? ഏറ്റവും വിസഡ് കാര്യങ്ങൾ അവർ നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരുമെന്ന് ഓർത്തുകൊള്ളാം. ഇതേ ഒരു പരിപാടി അന്ന് സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്ന് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ടെക്നോളജി ആൾക്കാർ നോക്കിയാലും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരും വിശ്വസിക്കത്തക്ക രീതിയിലേക്ക് മാറും. അങ്ങനെ വിശ്വസിക്കത്തക്ക രീതിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രതിമയിൽ ഒരു ദുരാത്മാവ് സന്നിവേശിക്കുകയും ആ ദുരാത്മാവ് തന്റെ മുമ്പിൽ കടന്നു വരുന്നവരെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് സംശയലേശമന്യേ മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്ത്യകാലത്ത് ഇത് സംഭവിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് തന്നെയാണല്ലോ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ്? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അവന് ബലം ലഭിച്ചു. ആ വേർഡ് തന്നെയാണ്, ആത്മാവെന്നുള്ളൊരു വേർഡ് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ജീവൻ കൊടുക്കുവാൻ കഴിയുന്നതായിട്ടുള്ള അനുഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദുരാത്മാവിന്റെ പ്രവേശനം ഈ പറയുന്നതായ പ്രതിമയിൽ ഉണ്ടാകും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇവന് മൃഗത്തിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു, അല്ലേ? കള്ളപ്രവാചകനും മൃഗത്തിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ അത് പ്രൂവ് ചെയ്യുന്നത് കണ്ടോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനെന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ അവൻ ആരാണെന്നുള്ളത്, അവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ആദ്യം മൃഗമെന്ന ഒറ്റ വേർഡിൽ കൂടെ മാത്രം കാണിച്ചു തന്നു. ഇപ്പോൾ അവന്റെ സ്വഭാവം നമുക്ക് റിവീൽ ചെയ്ത് കിട്ടുകയാണ്. എന്താണ്? അവൻ ആക്രമകാരിയായിട്ടുള്ളതായ മനുഷ്യരെ കൊല്ലുന്നതിന് യാതൊരു മടിയും ഇല്ലാത്തതായ ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണുകയാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അന്തിക്രിസ്തുവിന്റെ മുദ്ര പതിപ്പിക്കുന്നതായിട്ടുള്ള രംഗത്തിലേക്കാണ് കടന്നു വരുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. 16-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കണ്ടത്. അത് ആരിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ചെറിയവര്, വലിയവര്, സമ്പന്നന്മാര്, ദരിദ്രന്മാര്, സ്വതന്ത്രര്, ദാസന്മാര്, എല്ലാവർക്കും. അതായത് കുഞ്ഞു കുട്ടി ആബാല വൃദ്ധം എന്ത് ചെയ്താലേ പറ്റത്തുള്ളൂ? ഈ മുദ്ര ഏറ്റെങ്കിലേ പറ്റത്തുള്ളൂ. ഈ മുദ്രയുടെ ആവശ്യം എന്താണ്? നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിച്ചതായിട്ടുള്ള സമയത്ത് നെബൂഖദ്നേസർ പണിതായിട്ടുള്ള ബാബേൽ കോട്ടയെ കുറിച്ച് നമ്മൾ പഠിച്ചു. വലിയ കോട്ടയാണ് അദ്ദേഹം പണിതത്. ഈ ബാബേൽ കോട്ടയിൽ പണിയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ഓരോ കല്ലിന്റെ മേലും നെബൂഖദ്നേസറിന്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് പഠിച്ചതായിട്ടുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ആ കല്ലുകളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രതാപത്തിന്റെ പ്രകടമായിട്ട് ഈ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, നെബൂഖദ്നേസറിന്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെ അദ്ദേഹം ഒരു വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ദാനിയേൽ 4:30 പറയുന്ന ഇപ്രകാരമാണ്: ഇതാ ഞാൻ എന്റെ ധനമഹാത്മ്യത്തിൽ
എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയ ബാബേൽ. അപ്പോൾ തന്റെ ധനമഹാത്മ്യത്തിൽ തന്റെ പ്രതാപത്തിന് വേണ്ടി പണിതായിട്ടുള്ളതായ ബാബേലിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് ഈ നെബൂഖദ്നേസറില് അന്തിക്രിസ്തുവിന്റെ നിഴൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഇവിടെയും സംഭവിക്കുന്നത് എന്താണ്? ഈ അന്തിക്രിസ്തുവും ഒരു വലിയ അഹങ്കാരിയായിട്ട്, നിഗളിയായിട്ട്, പ്രതാപത്തോടുകൂടെ വരുന്നതായിട്ടുള്ള ഒരു നേതാവാണ് എന്ന് ഓർത്തുകൊള്ളണം. ഈ നേതാവിന്റെ പരിപാടി എന്താണ്? തന്റെ പേര് എന്ത് ചെയ്യണം? മുദ്ര ഇടുകയാണ്. മുദ്ര ഇടാത്തവന് വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റത്തില്ല. നമ്മളത് മുമ്പിൽ നമ്മൾ കണ്ടല്ലോ, മുദ്രകൾ പൊട്ടിച്ചാട്ടുള്ള സമയത്ത്. ഇത് പറഞ്ഞപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഇന്ത്യക്കാരായിട്ടുള്ളവര്, വാക്സിനേഷൻ എടുത്തിട്ടുള്ളവരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ എടുത്തില്ല ഇതുവരെ കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല മുദ്ര. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ എടുത്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു മുദ്ര കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലയോ? ആ സർട്ടിഫിക്കറ്റിൽ ഒരു പടം വെച്ചിട്ടില്ലയോ? ഒരു മുദ്ര അടിച്ചിട്ടില്ലേ? ഇതൊക്കെ ഇതിന്റെ സിംബൽസ് അറിയും മക്കളെ, ഓർത്തോണം. ഇതിന്റെയൊക്കെ എന്താ നാന്ദി കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ച സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ കേട്ടത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. എനിക്കും കിട്ടുമായിരിക്കും തീർച്ചയായിട്ടും. വാക്സിൻ എടുക്കാൻ ചെല്ലുമ്പോൾ എനിക്കും ഇത് കിട്ടും. അപ്പോ മുദ്ര ലോക നേതാവിന്റെ, അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽപ്പിക്കും. ഇതൊക്കെ ഈ വാക്സിൻ സർട്ടിഫിക്കറ്റിലൊക്കെ ഈ മുദ്ര അടിച്ചേ കൊടുക്കാവും, അദ്ദേഹത്തിന്റെ പടം വെച്ചേ കൊടുക്കാവും. അമേരിക്കയിൽ ഏതായാലും ബൈഡന്റെയും ട്രംപിന്റെയും ഒന്നും മുദ്ര വെച്ചല്ല അവിടെ കൊടുക്കുന്നു. പക്ഷെ ഇന്ത്യയിൽ അത് സംഭവിക്കുന്നുണ്ട്. അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മുമ്പ് കണ്ടല്ലോ, വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്. ആ യുദ്ധങ്ങൾ നടക്കുമ്പോൾ വലിയ ക്ഷാമം ഉണ്ടാകും. ഈ ക്ഷാമം വരുന്നാട്ടുള്ള സമയത്ത് എന്താണ്? സാധനങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലും ഇവന്റെ മുദ്ര ഇല്ലാത്തവർക്ക് വാങ്ങാനോ വിൽക്കാനോ കഴിയത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ സീൽ അടിച്ചവന് മാത്രമേ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ഓർക്കണം. വലിയൊരു പ്രയാസമായിരിക്കും. അന്ന് ഈ സീല്, അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കുവാനായിട്ട് നിർബന്ധിതരായിട്ട് മാറും എന്നുള്ളത് ഓർത്തുകൊള്ളും. ഇന്ന് തന്നെ നമുക്കറിയാം, ലോകം, എല്ലാ ദൈവജനവും ശ്രദ്ധിച്ചോണം, ലോകം ഒരു വലിയ ക്ഷാമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് എന്ന മഹാമാരി ലോകത്തിൽ ഉണ്ടാക്കി വെക്കുവാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് റേഷനായിട്ടാണ് ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഒരു വലിയ റേഷനിങ് സിസ്റ്റം വരുവാനായിട്ട് പോവുകയാണ്. അളന്ന് തൂക്കി കൊടുക്കുന്നതായിട്ടുള്ളതായ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വരുവാനായിട്ട് പോകുന്നത്. ലോകം മുഴുവനും ഒരു ക്ഷാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന രംഗത്തിലേക്കാണ് അടുക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ മുദ്ര ഏറ്റെങ്കിൽ മാത്രമേ സാധനം വിൽക്കാനും വാങ്ങാനായിട്ടും പറ്റത്തുള്ളൂ. ആ സമയത്ത് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു പ്രയാസവും പ്രതികൂലവും ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇനിയും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ മുദ്ര എവിടെ ഏൽക്കണം? ഓപ്ഷൻ ഉണ്ട്, ചോയ്സ് ഉണ്ട്. വലം കൈ മേലോ നെറ്റിയിലോ. ഒന്നുകിൽ കയ്യിൽ അല്ലെങ്കിൽ നെറ്റിയിൽ. ഇതെന്തായിരിക്കാം ഒരു പക്ഷെ ഇപ്രകാരം ഒരു ചോയ്സ് വരാനായിട്ടുള്ള ഒരു കാരണം? നെറ്റിയിൽ ഈ മുദ്ര ഏറ്റുകഴിഞ്ഞാൽ, ഒരു കടയിൽ, ഒരു മാർക്കറ്റിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനടി പെട്ടെന്ന് കാണുന്ന വ്യക്തിക്ക് അറിയാം ഇവൻ അന്തിക്രിസ്തുവിന്റെ ആളാണ്. ചോദിക്കുകയും പറയുകയൊന്നും വേണ്ട, പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് നടക്കും. കാരണം ഇവിടെ അടിച്ചു വെച്ചേക്കല്ലേ സംഭവം. അപ്പൊ പിന്നെ ഉടനടി തന്നെ കാര്യങ്ങൾ അങ്ങ് സാധിക്കും. എന്നാൽ ആ സമയത്ത് സംഭവിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. അന്നും ലോകത്തിൽ പണവും പ്രതാപവും ഉള്ളതായ വലിയ ധനാഢ്യന്മാര് കാണും. ഈ ധനാഢ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റിമേല് ഇങ്ങനെ അന്തിക്രിസ്തുവിന്റെ മുദ്രയുമായിട്ട് പബ്ലിക്കിൽ ഇറങ്ങി നടക്കുക എന്ന് പറയുന്നതിനകത്ത് അവർക്കൊരു അല്പം വൈമുഖ്യം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അവരൊരു ഡിമാൻഡ് വയ്ക്കും, ഞങ്ങൾ മുദ്രയേക്കാം, പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ നെറ്റിയില് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി നടക്കത്തില്ല. ആ സമയത്ത് അന്തിക്രിസ്തു, ഏകലോക ഭരണാധികാരി അതിനൊരു അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം വരുമ്പോൾ കൈമേൽ എടുത്താൽ മതി എന്നുള്ളതായ ഒരു ചോയ്സ് വരും. കൈമേൽ എടുക്കുന്നതിന് അവർക്കൊട്ട് വിരോധവും കാണത്തില്ല. അപ്പോൾ നെറ്റിമേലോ വലം കൈമേലോ എടുക്കണം എന്നുള്ളതായ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഇതൊരു മാർക്കാണ്.
തീർച്ചയായിട്ടും ഇന്നത്തെ ആം, ആ, ലോകത്തിൽ അനേകർ ടാറ്റു കുത്തുന്നവരാണ്. പച്ച കുത്തുന്നതായിട്ടുള്ള ആളുകൾ, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി പച്ച കുത്തുന്നതായിട്ടുള്ള ആളുകൾ. അങ്ങനെ ഉണ്ടാക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന അടയാളങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത മനുഷ്യന്റെ ശരീരത്തിൽ അതങ്ങനെ നിൽക്കും. അപ്രകാരമുള്ള ഒരു രീതിയായിരിക്കാം. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് മറ്റൊരു തരത്തിൽ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ചിപ്പുകൾ മനുഷ്യന്റെ ശരീരത്തിൽ ഘടിപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. അത് ഇന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ചിപ്പുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ശരീരത്തിൽ ഇന്നിപ്പോ നമ്മൾ കാർഡുകൾ ഉപയോഗിക്കുന്നു. ആ കാർഡിനകത്ത് തന്നെ ചിപ്പുള്ള കാർഡുകളുണ്ട്. അതുപോലെ ഇനി ഇപ്പൊ മനുഷ്യന് ഈ കാർഡൊന്നും കൊണ്ട് നടക്കേണ്ടി വരത്തില്ല. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കും. ആ ചിപ്പിനകത്ത് എല്ലാ വിധത്തിലുമുള്ളതായ നമ്മളെ കുറിച്ചുള്ള സകല വേറബിൾസും കാണാം. അങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോകുവാനായിട്ടുള്ള സാധ്യത. ചിപ്പാണ് വരാനായിട്ട് പോകുന്നതെങ്കിൽ നമുക്കറിയത്തില്ല ഏത് തരത്തിലുള്ള മുദ്രയാണ് വരാനായിട്ട് പോകുന്നത്. ഇനിയും ഈ പറഞ്ഞ പോലെ തൊലിപ്പുറത്ത് ഉണ്ടാക്കുവാനായിട്ട് പോകുന്ന മാർക്കിംഗ് ആണെങ്കിൽ അപ്രകാരമുള്ള ഒരു മാർക്കിംഗ് അല്ല. ചിപ്പുകളാണ് വരാനായിട്ട് പോകുന്നതെങ്കിൽ അത് നെറ്റിമേലോ കൈമേലോ വെക്കണം. ഇന്ന് ഞാനൊരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ. ഈ അധ്യായം അങ്ങ് തീർക്കേണ്ടതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. പെട്ടെന്ന് അങ്ങ് തീർത്തേക്കാം. ഈ അധ്യായം അങ്ങ് തീർക്കണമെന്ന്. ഇന്ന് നമ്മൾ കടകളിലോ മാർക്കറ്റിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒരുത്തൻ തോക്കും പിടിച്ചോണ്ട് നിൽപ്പുണ്ട് അല്ലേ? ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചെല്ലുന്നുണ്ടെ നിങ്ങളുടെ നെറ്റിയിൽ ഈ തെർമോമീറ്റർ കൊണ്ടുവന്ന് അടിച്ചിട്ട് നോക്കും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ എത്രയോ ഉണ്ടെന്നുള്ളത്. ഇല്ലെങ്കിൽ കൈ കാണിച്ചു കൊടുത്താൽ മതി, കയ്യെ അടിച്ചു നോക്കും. വല്ലതും മനസ്സിലായിട്ടുണ്ടോ ഇത്രയും നാളെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട്? നമ്മുടെ ശരീരത്തിന്റെ കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നെറ്റിമേലും അതുപോലെ കൈയുടെ വലത് കൈമേലും, അല്ലെങ്കിൽ വലത് കൈയാണല്ലോ യൂഷ്വലി നമ്മൾ കാണിക്കുന്നത്, ഇവിടെയാണ് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെയും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ചിപ്പിനകത്ത്, ഈ ചിപ്പിനെ കുറിച്ച് പഠിച്ചതായിട്ടുള്ളതായ സയന്റിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയില്ല. സയന്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ചിപ്പിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്, ലിഥിയം ബാറ്ററി. കുഞ്ഞു ബാറ്ററിയാണ്, കണ്ണിലിട്ടാൽ പോലും കാണത്തില്ലായിരിക്കും, ഒരു കുഞ്ഞു ബാറ്ററിയാണ്. ഈ ലിഥിയം ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുകയില്ല, ശരീരത്തിനകത്ത് വെച്ചേക്കല്ലേ. അപ്പൊ ഇത് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൊണ്ട് വേണം ഇത് ചാർജ് ആവേണ്ടത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട 2 പൊസിഷനുകളാണ് നെറ്റിയും ഈ പറയുന്നതായിട്ടുള്ള കൈമേലും എന്ന് പറയുന്നത്. ആ കറക്റ്റ് പൊസിഷനിലായിരിക്കും ഈ ലിഥിയം ബാറ്ററി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ചിപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബാറ്ററി ചാർജ് ആവുന്നത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചാർജ് ആവുന്നത് എന്ന് ഓർത്തുകൊള്ളണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ നിന്ന് കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തില് ഒരു കാര്യം കാണുന്നുണ്ട്. 2-ാമത്തെ വാക്യം 16:2 ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 16:2 പറഞ്ഞിരിക്കുന്നത്. കലശം ഒഴിക്കുമ്പോൾ, ക്രോധ കലശം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ഇതിന് ഉള്ളതായ ഒരു ചിന്ത അതിപ്രകാരമാണ്. അന്ത്യകാലമാകുമ്പോഴേക്കും പലതരത്തിലുള്ളതായ പ്രതികൂലങ്ങൾ ലോകത്തിൽ ഉണ്ടാകുന്നു. ചൂട് വളരെ അധികമായിട്ട് കൂടുകയാണ്. ടെമ്പറേച്ചർ വളരെ ശക്തമായിട്ട് പ്രകൃതിയിൽ കൂടും. നമുക്കറിയാം, സൂര്യന്റെ പ്രശ്നം, ചന്ദ്രന്റെ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ടെമ്പറേച്ചറുകളൊക്കെ വളരെ ശക്തമായിട്ട് കൂടുകയാണ്. ഒരു പരിധിയിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലിഥിയം ബാറ്ററിക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ബ്ലാസ്റ്റ് ആവും. തന്നെ ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ശരീരത്തിലിരുന്ന് ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന അടുത്ത പരിപാടി, ഇത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതിനുള്ളിലുള്ളതായ ആ കെമിക്കൽസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. കാരണം ഇത് ശരീരത്തിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ശരീരത്തിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആവുകയും ശരീരം മുഴുവനും വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 16-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ അത് കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രോധകലശം ഒഴിക്കുന്നതായിട്ടുള്ള സമയത്ത് വലിയ ചൂട് ഒക്കെ കൂടി വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ലിഥിയം ബാറ്ററിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ചിപ്പാണെങ്കിൽ
ഈ ലിഥിയം ബാറ്ററി ഓവർ ഹീറ്റ് ആയിട്ട് ഇത് പൊട്ടുവാനായിട്ടും അത് മനുഷ്യന്റെ ശരീരത്തിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കി വെക്കും. അവന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായി വരുവാനായിട്ടും സാധ്യതയുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നീടുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെയുമാകുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ. കാരണം ആ കാലയളവില് വളരെ പ്രതികൂലത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും നടുവിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മുദ്രയില്ലാത്ത ഒരുവനും വിൽക്കാനും വാങ്ങാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആണ് കർത്താവ് പറയുന്നത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അന്ന് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തുകൊള്ളണം. ഇവിടെ പറയുന്നത്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666 എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. 666 എന്നുള്ളതായ ഒരു സംഖ്യ. ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. നമുക്കറിയാം 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ സംഖ്യയാണ്, 7 എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്ന പൂർണ്ണസംഖ്യയും ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ 6 എന്ന് പറഞ്ഞിരിക്കുന്നു, 666 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് മനുഷ്യന്റെ സംഖ്യയാണ്. ഇത് നമുക്കറിയാം. പേരുകൾക്കകത്ത് ഇപ്പം എബ്രായ ലിപികളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഓരോ എബ്രായ ലിപിക്കും വോ എന്ന് പറയുന്ന എബ്രായ ലിപിക്ക് 6 എന്നുള്ളതായ വിലയാണ്, മൂല്യമാണ് ഇട്ടിരിക്കുന്നത്. ഓരോ അക്ഷരങ്ങൾക്ക് മൂല്യമുണ്ട്. എബ്രായ അക്ഷരമായിരിക്കുന്ന വോ എന്ന് പറയുന്ന അക്ഷരത്തിന് 6 എന്നുള്ളതായ മൂല്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് പല പഠിപ്പിക്കലുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. വോ എന്ന് പറയുന്നത് നമ്മുടെ W എഴുതുന്ന പോലെയാണ് വോ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് നോക്കുകയാണെങ്കിൽ WWW ആണ് നമ്മൾ കാണുന്നത്. WWW ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അതിനെ കുറിച്ച് പറയുന്നത് ഇത് 666 ആണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി ഗൂഗിൾ ക്രോമിന്റെ സിഗ്നൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ സിമ്പൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ ഗൂഗിൾ ക്രോമിൽ നമ്മൾ കാണുന്നത് എന്താണ്? അതും ഇങ്ങനെ വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. 666 എന്നുള്ളതായ 3 എംബ്ലം അല്ലെങ്കിൽ 3 സിമ്പൽ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊരു 666ന്റെ സിമ്പൽ ആണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ബാർകോഡുകൾ എല്ലാ പ്രോഡക്റ്റിന്റെയും പുറത്ത് ബാർകോഡുകളുണ്ട്. ഈ ബാർകോഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ബാർകോഡുകൾ നമുക്ക് കാണാം 3 ലൈനുകൾ താണു നിൽക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഒരേ നിരപ്പിലല്ല, കൃത്യമായിട്ട് 3 ലൈനുകൾ താണു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതും സൂചിപ്പിക്കുന്നത് 666 ആണ് എന്ന് കാണിക്കുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ, അതിന്റെ സംഖ്യ 666. തിരുവചനം ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 666 എന്നുള്ളതായ സംഖ്യ ആയിരിക്കും വരുവാനായിട്ട് പോകുന്നത്. അതാണ് ആ മൃഗത്തിന്റെ നമ്പർ അല്ലെങ്കിൽ മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. വളരെ ബുദ്ധിയോടുകൂടെ ഇത് നോക്കിയെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഓൾറെഡി ഒരുപാട് കമ്പനികൾക്കും അവരുടെ പാസ്വേഡുകളും അല്ലെങ്കിൽ അവരുടെ കമ്പനികൾക്കും ഒക്കെ ഈ 666 എന്നുള്ളതായ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ 666 എന്നുള്ള നമ്പർ ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ ഒരു നമ്പർ കൂടെയാണ്. എന്നാൽ ഇത് ഏത് രീതിയിലാണ് വരുവാനായിട്ട് പോകുന്നത്? ഇവിടെ വചനം പറയുന്നത് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു മനുഷ്യന്റെ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ സംഖ്യ. അപ്പോൾ ഇനിയും വരുവാനായിട്ട് പോകുന്നതായ അന്തിക്രിസ്തു അവന്റെ പേരിൽ, അവന്റെ ആ പേരിനോട് ചേർത്ത കാര്യങ്ങളെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത് തെളിഞ്ഞു വരുവാനായിട്ടുള്ള സാധ്യതകൾ. ഇന്നിപ്പം പലരുടെയും പല ലോക നേതാക്കളുടെയും പേരുകളൊക്കെ നോക്കിയിട്ട് ആളുകൾ അതിന്റെ വാല്യൂ ഒക്കെ കൂട്ടിയിട്ട് 666 ഇവൻ അന്തിക്രിസ്തു ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവസാന കാലത്ത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജ്ഞാനം വളരെ ആവശ്യമാണ് ഇതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഭൗതിക ജ്ഞാനം കൊണ്ട് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ചിന്തിച്ചാൽ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം, നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ ഈ ജനറേഷൻ അങ്ങ് പോകും. ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഈ ജനറേഷൻ അങ്ങ് പോകും. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും അങ്ങ് പോകും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരാണെന്ന് ഓർക്കണം. ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അവന് ഈ 666 എന്ന് പറഞ്ഞാൽ അറിയാനായിട്ടുള്ള മൂളെ അവനില്ലെന്ന് ഓർക്കണം. ഇതിനെക്കുറിച്ച് അറിയുന്നവൻ പോയി കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തവനാണ് പിന്നീട് ഇവിടെ ഉള്ളതെന്ന് ഓർക്കണം. അപ്പോൾ
ആ കാലഘട്ടത്തിൽ ഇത് കൃത്യമായിട്ട് വെളിപ്പെട്ടു വരും. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒന്നും, ഞാൻ ഈ മുമ്പേ പറഞ്ഞ WWW അല്ലെങ്കിൽ ബാർകോഡിന്റെ സൂത്രമോ അല്ലെങ്കിൽ പറഞ്ഞ ഗൂഗിൾ ക്രോമിന്റെ സൂത്രമോ ഇതൊന്നും കൃത്യമായിട്ട് എക്സാക്ട്ലി ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇത് എപ്പോ സംഭവിക്കേണ്ടതാണ്? ഇന്ന് സംഭവിക്കേണ്ട സംഭവമല്ല. ഇത് 70-ാം ആഴ്ചവട്ടത്തിന്റെ മധ്യാസമയത്ത് നടക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും ഇത് വെളിപ്പെട്ട് വരത്തുള്ളൂ. നമ്മൾ ഇപ്പോഴേ അതിനെ കയറി വെളിപ്പെടുത്തിയിട്ട് കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് സംഭവിക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പം ഗൂഗിൾ ക്രോമും ബാർകോഡും ഒക്കെ കണ്ടിട്ട് ഇതാണ് 666 എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന്റെ നാന്ദിയായിരിക്കാം, ഒരു നിഴലായിരിക്കാം എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അത് തന്നെയാണ് ഇത് എന്ന് സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അത് അന്ന് സംഭവിക്കേണ്ട കാര്യമാണ്. അന്നുള്ളവൻ വിവരമുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ വിവരത്തോടുകൂടെ കാര്യം മനസ്സിലാക്കിക്കോണം. ഇങ്ങനെ ഒരു സംഭവം, ഈ 666 ആണ്, ഇവരാണ് അന്ത്യക്രിസ്തു, അന്ന് അവന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു അടയാളവും തെളിവും ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അന്ന് ജീവിച്ചിരിക്കുന്നവൻ മനസ്സിലാക്കിക്കോണം ഇതാണ് ഇവൻ എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, 666 വരുമ്പം നമ്മൾ ഇവിടെ കാണത്തില്ല. ആ 666-നെ കുറിച്ച് അത് ഗൂഗിളാണോ നെറ്റാണോ എന്നതാണെന്ന് കൂടുതൽ തലപോയിച്ചിട്ടും വലിയ കഥയുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. നമുക്ക് തൽക്കാലം ഇതിന്റെയൊക്കെ നിഴലും പൊരുളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഏതായാലും ഞാനും നിങ്ങളും ഒക്കെ അതിനു മുമ്പ് അങ്ങ് പോകും. അതുകൊണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള ലിഥിയം ബാറ്ററിയും ഈ പറയുന്ന ചിപ്പും ഒന്നും നമ്മുടെ ദേഹത്തു നിന്നും വെക്കാൻ പോകുന്നില്ല, പൊട്ടാനും പോകുന്നില്ല. നമ്മൾ അങ്ങ് പോകും. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ തിരുവചനം പഠിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി തൃക്കൺ പാർത്തിരിക്കാം. ഈ രാത്രിയിൽ കർത്താവ് വന്നാൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് പോയിക്കൊള്ളുക. അതിനു വേണ്ടിയിട്ട് ഈ വചനപഠനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.